ഹലോ, എല്ലാവർക്കും ദിലൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് താത്തേൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറയാണ്. അപ്പോൾ നോമ്പ് തുറേൻ്റെ വിശേഷങ്ങൾ ചെറിയൊരു രീതിയിൽ നമുക്ക് വീഡിയോസ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോസ് കണ്ടാലോ? വാ. ഞാൻ താത്തേൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും കളിക്കുമായിരുന്നേ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ക്ലാസ് ഇല്ലല്ലോ, എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് ഇടവിട്ട് ദിവസങ്ങളിലെ കുട്ടികൾക്ക് ക്ലാസ് ഉള്ളൂ. മാത്രമല്ല നല്ല ചൂടും വെയിലും ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ പിന്നെ ഇവർ വെയിലത്ത് കളിക്കുന്നത് കൊണ്ട് അവർ തന്നെ നെറ്റൊക്കെ വെച്ചിട്ട് ചെറിയതായിട്ടൊരു രീതിയിൽ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കളി വീട് പോലെ. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. എത്ര നോമ്പെടുത്തു? സാനുട്ടി എത്ര എടുത്തു? റിച്ചൂസ് എത്ര എടുത്തു? ഒന്നര എടുത്തോ? ഓ മിടുക്കന്മാര്. വെയിലൊക്കെയാ അല്ലേ ഇവിടെ അല്ലേ? ഓഹോ പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആ ചോറും എവിടെയാ? ആണോ? പരീക്ഷ കഴിഞ്ഞോ? എപ്പോഴാ? കഴിഞ്ഞൊക്കെ എളുപ്പാണോ? നല്ല എളുപ്പാ? മിന്നൂസിനോ? ആർക്ക്? അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും താത്തന്മാരെല്ലാം പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അവരുടെ കൂടെ കൂടി ഓരോ പണികളും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് താത്തന്മാർക്ക് വീഡിയോയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും മുഖം എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആരുടെയും മുഖം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ ഓരോ പണിയിലാണ്. അപ്പോൾ ഇതേ കട്ട്ലേറ്റിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് സമൂസയ്ക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ സമൂസയുടെ ലീഫ് മടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഞാൻ കുറേ പഠിച്ച് നോക്കി, പക്ഷെ എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കി പിന്നെ ഞാൻ അവരുടെ കൂടെ നോക്കിയിരുന്നു. അപ്പം നമ്മളിപ്പുറത്ത് സമൂസ റെഡിയാക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് ഉമ്മച്ചിയും അമ്മായിമാരൊക്കെ കൂടെ നല്ല പത്തിരി വരത്തതാണ് കേട്ടോ. അപ്പോൾ വേഗം പണി തീർക്കണമല്ലോ, നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആക്കണമല്ലോ. അങ്ങനെ പിന്നെ വേഗം എല്ലാം റെഡി ആക്കുമായിരുന്നു. പിന്നെ നമ്മൾ താഴത്തെ വീട്ടിൽ സമൂസയൊക്കെ ആണെങ്കിലും ലീഫിൽ നമ്മൾ മസാലയൊക്കെ നിറച്ച് റെഡിയാക്കി മേലേക്ക് കൊടുത്ത് വിടും. അപ്പോൾ താത്ത മേലെ നിന്നിട്ട് അതെല്ലാം ഫ്രൈ ആക്കി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് മുന്തിരി ജ്യൂസാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്തിരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വട്ടം കഴുകിയതാണ്, എന്നാലും വീണ്ടും കഴുകി നല്ല നോക്കിയിട്ടൊക്കെ വേർതിരിച്ച് എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് വൈകുന്നേരം ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേക്കും എല്ലാം റെഡിയായി ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പക്കവട, സമൂസ, കട്ട്ലേറ്റ്, ബ്രെഡ് പൊരിച്ചത്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, ഈത്തപ്പഴമാണല്ലോ നമുക്ക് മെയിനായിട്ട് എന്താ പറയുക, നോമ്പ് തുറക്ക് ഈത്തപ്പഴമൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. പിന്നെ തേങ്ങാച്ചോറ്, ബീഫ്, പത്തിരി, കോഴിക്കറി, അങ്ങനെ പിന്നെ മുന്തിരി ജ്യൂസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളെ മക്കളാണ് കേട്ടോ, താത്തയുടെ മക്കളാണേ. അങ്ങനെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ ഞാനും ഏട്ടനും കുഞ്ഞുണ്ണിയും കൂടെ ഭക്ഷണം കഴിക്കാൻ വരാൻ വേണ്ടി കുറച്ച് ലേറ്റായി. അപ്പോൾ താത്തമാർ അവർ നോമ്പെടുത്തിരിക്കുന്നില്ല, അപ്പോൾ അവർ നേരത്തെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു, പക്ഷെ ഞങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴത്തേക്കും വേറെ ഒരുപാട് പലഹാരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിലേക്ക് തന്നു വിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ നോമ്പ് തുറയൊക്കെ. ഇപ്പോൾ താത്തയുടെ വീട്ടിൽ നോമ്പ് തുറക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും പോകും. രാവിലെ തൊട്ട് അവിടെ തന്നെയായിരിക്കും നമ്മൾ ഓരോ പണിക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. ഇനിയിപ്പോൾ വിഷുവിനും ഓണത്തിനൊക്കെ ആണെങ്കിൽ അവർ നമ്മളെ വീട്ടിലൊക്കെ വന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇവിടെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഫുഡുകളെല്ലാം അടുത്ത വീടുകളിൽ കൂടെയൊക്കെ താത്തമാർ കൊണ്ടു കൊടുക്കും. പിന്നെ നമ്മളാണെങ്കിലും ഓണത്തിന് വിഷുവിന് എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുക. ഇപ്പം നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ആഘോഷങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പം അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നും പഠിച്ച് ചെറിയതായ രീതിയിൽ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പെടുകയാണെങ്കിലോ എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്കത് തിരുത്താൻ സാധിക്കുമല്ലോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.